സിവിൽ എക്സൈസ് ഓഫീസറുടെ എക്സാം ക്വസ്റ്റ്യനായ ലോകത്തിലെ ഏറ്റവും വലിയ ഇരുമ്പ് ഖനിയായ കാരജാസ് സ്ഥിതി ചെയ്യുന്ന രാജ്യമേത്? ഈ ക്വസ്റ്റ്യൻ നമ്മുടെ ന്യൂ SCERT സോഷ്യൽ സയൻസ് 2 10ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്ററിലെ സുസ്ഥിരതയിലേക്ക് എന്ന ചാപ്റ്ററിൽ നിന്ന് വന്ന ചോദ്യമാണ്. നമുക്ക് ആ ചാപ്റ്റർ നോക്കാം. ക്ലാസ് 10 ചാപ്റ്റർ 8 സുസ്ഥിരതയിലേക്ക്. 1960 വരെ ലോകത്തിലെ 4ാമത്തെ വലിയ തടാകമായിരുന്നു അരൽക്കടൽ. അപ്പോൾ അരൽക്കടലിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. അരൽക്കടൽ 1960 വരെ ലോകത്തിലെ 4ാമത്തെ വലിയ തടാകമായിരുന്നു. ഈ അരൽക്കടൽ സ്ഥിതി ചെയ്യുന്നത് തുർക്ക്മെനിസ്ഥാനിലും ഉസ്ബെക്കിസ്ഥാനിന്റെ ഇടയിലാണ് അരൽക്കടൽ സ്ഥിതി ചെയ്യുന്നത്. ഈ അരൽക്കടലിന്റെ പ്രധാന ജലസ്രോതസ്സുകളാണ് അമുദരിയ, സിർദരിയ. അമുദരിയ, സിർദരിയ എന്നീ തുടങ്ങി ജലസ്രോതസ്സുകളായിരുന്നു അരൽക്കടലിന്റെ പ്രധാന ജലസ്രോതസ്സുകൾ. ഈ അരൽക്കടൽ അവിടുത്തെ പരുത്തി കൃഷിക്ക് വളരെ പ്രയോജനമായിരുന്നു. അതുപോലെ തന്നെ ഈ അരൽക്കടലാണ് ഇപ്പോൾ അരൽക്കടൽ എന്തായി മാറി? മരുഭൂമിയായി മാറി. മനുഷ്യർ അരൽക്കടലിനെ ജീവനാഡികളായ നദികളെ വഴിതിരിച്ചു വിട്ടു. അപ്പൊ അരൽക്കടലിന്റെ ജീവനാഡികളായ നദികളെ വഴിതിരിച്ചു വിട്ടത് അതൊരു മരുഭൂമിയാവാൻ കാരണമായി. കൂടാതെ പരുത്തി വിളവ് വർദ്ധിപ്പിക്കാനായി നടത്തിയ അമിത കീടനാശിനി പ്രയോഗം ഇതിന്റെ ആവാസ വ്യവസ്ഥയെ തകിടം മറിച്ചു. അങ്ങനെ ഇപ്പോൾ അരൽക്കടൽ അരൽക്കം എന്ന മരുഭൂമിയായി മാറി. എന്താണ് വിഭവങ്ങൾ? മനുഷ്യ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഉപയോഗിക്കുന്നതും പരിസ്ഥിതി ലഭ്യമായതും സാങ്കേതികമായി പ്രാപ്യമായതും സാംസ്കാരികമായി സ്വീകാര്യവുമായ ഏതിനെയും വിഭവം എന്ന് വിളിക്കാം. വിഭവങ്ങൾ മനുഷ്യന്റെ പ്രയത്നത്തിന്റെ ഫലമായി രൂപപ്പെടുന്നവയാണ്. അതിനാൽ മനുഷ്യർ വിഭവ രൂപീകരണത്തിന്റെ ആവശ്യ ഘടകമാണ്. നമ്മുടെ പരിസ്ഥിതിയിൽ ലഭ്യമായവയെ വിഭവങ്ങളാക്കി മാറ്റി അവ ഉപയോഗിക്കുകയും ചെയ്യുന്നു. മനുഷ്യരെയും വിഭവമായി പരിഗണിക്കാം. അതായത് മാനവ വിഭവം നമ്മൾ കേട്ടിട്ടുണ്ട്. വിഭവങ്ങളെ പ്രകൃതി വിഭവങ്ങളെന്നും മനുഷ്യനിർമ്മിത വിഭവങ്ങളെന്നും രണ്ടായി തരംതിരിക്കാം. നമുക്ക് ഉത്ഭവം, പുനഃസ്ഥാപന ശേഷി, ഉടമസ്ഥത, വികസന അവസ്ഥ എന്നിവയുടെ അടിസ്ഥാനത്തിലും വിഭവങ്ങളെ പലതായി തരംതിരിക്കാം. നമ്മൾ പറഞ്ഞത് വിഭവം എന്താണെന്നും ഈ വിഭവങ്ങളെ നമുക്ക് അതിന്റെ സ്വഭാവം അനുസരിച്ച് പ്രകൃതി വിഭവങ്ങളെന്നും മനുഷ്യ നിർമ്മിത വിഭവങ്ങളെന്നും അതിന്റെ ഉത്ഭവം അനുസരിച്ച് ജൈവ വിഭവം എന്നും അജൈവ വിഭവം എന്നും തിരിക്കാമെന്ന് പറഞ്ഞു. എന്താണ് ജൈവ വിഭവം? ജൈവമണ്ഡലത്തിന്റെ ഭാഗമായതും മനുഷ്യനെ പ്രയോജനപ്പെടുത്താൻ ആവുന്നതുമായ ജീവനുള്ള ഏതിനെയും നമുക്ക് ജൈവ വിഭവം എന്ന് പറയാം. അതായത് മനുഷ്യർ, സസ്യജന്തുജാലങ്ങളൊക്കെ ജൈവ വിഭവത്തിന് എക്സാമ്പിളാണ്. ഇനി ജീവനിൽ ഇല്ലാത്ത വസ്തുക്കളാൽ നിർമ്മിതമായ വിഭവങ്ങളെയാണ് നമ്മൾ അജൈവ വിഭവങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഉത്ഭവത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ രണ്ടായി തിരിച്ചു, ജൈവ വിഭവങ്ങളെന്നും അജൈവ വിഭവങ്ങളെന്നും. ഇനി പുനഃസ്ഥാപന ശേഷിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ വീണ്ടും രണ്ടായി തിരിക്കുന്നു, പുനഃസ്ഥാപിക്കാൻ കഴിയുന്നവയെന്നും പുനഃസ്ഥാപിക്കാൻ കഴിയാത്തവയെന്നും. എന്താണ് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന വിഭവങ്ങൾ? ഭൗതികമോ രാസികമോ ആയ പ്രക്രിയയിലൂടെ പ്രകൃതി തുടർച്ചയായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതോ പുനഃസ്ഥാപിക്കപ്പെടുന്നതോ ആയ വിഭവങ്ങളെയാണ് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന വിഭവങ്ങൾ എന്ന് പറയുന്നത്. ഇവയിൽ പലതും ഉപയോഗാനന്തരം തീർന്നു പോകാത്തതും വീണ്ടും ഉപയോഗയോഗ്യമായതുമായ വസ്തുക്കളെയാണ് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന വിഭവങ്ങൾ എന്ന് പറയുന്നത്. അമിതമായി ഉപയോഗിക്കുന്നിടത്തോളം സുസ്ഥിരമായി നിലനിൽക്കുന്ന വിഭവങ്ങളാണിത്. അമിതമായി ഉപയോഗിക്കുന്നിടത്തോളം സുസ്ഥിരമായി നിലനിൽക്കുന്ന വിഭവങ്ങളാണിവ. മനുഷ്യനെപ്പോഴും സുലഭമായി ലഭിക്കുന്നവയാണ് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന വിഭവങ്ങളാണ് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന വിഭവങ്ങൾ എന്ന് പറയുന്നത്. എന്നാൽ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത വിഭവങ്ങൾ, നാം ശ്വസിക്കുന്ന വായു, സൗരോർജ്ജമൊക്കെ നമ്മൾ എത്ര അളവിൽ ഉപയോഗിച്ചാലും അത് തീർന്നു പോകില്ല. എന്നാൽ കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം തുടങ്ങിയ വിഭവങ്ങൾ അങ്ങനെയാണോ? അല്ല. ഇവ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് രൂപപ്പെട്ടതും ഉപയോഗത്തിനനുസരിച്ച് അളവ് കുറയുന്നതുമായ വിഭവങ്ങളാണിവ. ധാതുക്കൾ, ഫോസിൽ ഇന്ധനങ്ങൾ തുടങ്ങിയവ ഏതിന് എക്സാമ്പിളാണ്? പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത വിഭവങ്ങൾക്ക് എക്സാമ്പിളാണ് ധാതുക്കൾ, ഫോസിൽ ഇന്ധനങ്ങൾ ഒക്കെ.
എന്നാൽ ലോഹങ്ങൾ പോലുള്ള ചില വിഭവങ്ങൾ പുനരുപയോഗിക്കാവുന്നവയാണ്. എന്നാൽ ഫോസിൽ ഇന്ധനങ്ങൾ പോലുള്ളവ പുനഃ ഉപയോഗിക്കാൻ കഴിയില്ല. മാത്രമല്ല ഉപയോഗത്തിനനുസരിച്ച് അവ തീർന്നു പോവുകയും ചെയ്യുന്നു. ഇപ്പൊ നമ്മള് വിഭവങ്ങൾ, പ്രകൃതി വിഭവങ്ങൾ, മനുഷ്യനിർമ്മിത വിഭവങ്ങൾ എന്ന് പറഞ്ഞു. ഉത്ഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ജൈവ വിഭവങ്ങൾ, അജൈവ വിഭവങ്ങൾ എന്ന് പറയുന്നു. സ്ഥാപന ശേഷിയുടെ അടിസ്ഥാനത്തിൽ അവ പുനഃസ്ഥാപിക്കാൻ കഴിയുന്നവയെന്നും കഴിയാത്തവയെന്നും രണ്ടായി തിരിച്ചു. ഇനി ഉടമസ്ഥതയുടെ അടിസ്ഥാനത്തിലും വിഭവങ്ങളെ നമുക്ക് തിരിക്കാം. ഇങ്ങനെയാണ്: വ്യക്തിഗത വിഭവങ്ങളെന്ന്, സാമൂഹിക വിഭവങ്ങളെന്ന്, ദേശീയ വിഭവങ്ങളെന്ന്, അന്തർദേശീയ വിഭവങ്ങൾ. എന്താണ് വ്യക്തിഗത വിഭവങ്ങൾ? ഒരു വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ളവയാണ് വ്യക്തിഗത വിഭവങ്ങൾ. വീട്, പുരയിടം, സ്വന്തം വാഹനം തുടങ്ങിയവ വ്യക്തിഗത വിഭവങ്ങൾക്ക് എക്സാമ്പിൾ ആണ്. എന്താണ് സാമൂഹ്യ വിഭവങ്ങൾ? സമൂഹത്തിലെ എല്ലാ അംഗങ്ങൾക്കും പ്രാപ്യമായവയാണ് സാമൂഹ്യ വിഭവങ്ങൾ. പൊതു കളിസ്ഥലം, ഉദ്യാനങ്ങൾ, ശ്മശാനം തുടങ്ങിയവ സാമൂഹ്യ വിഭവങ്ങൾക്ക് എക്സാമ്പിൾ ആണ്. ദേശീയ വിഭവങ്ങൾ രാജ്യത്തിന്റെ ഉടമസ്ഥതയുള്ളവയാണ്. അതായത് ധാതു സമ്പത്ത്, വനങ്ങൾ, വന്യജീവി സമ്പത്ത്, ജലാശയങ്ങൾ, രാജ്യാതിർത്തിക്കുള്ളിലെ ഭൂപ്രദേശം, തീരത്തു നിന്ന് 12 നോട്ടിക്കൽ മൈൽ വരെയുള്ള സമുദ്രം തുടങ്ങിയവ ദേശീയ വിഭവങ്ങൾക്ക് എക്സാമ്പിൾ ആണ്. അന്തർദേശീയ വിഭവങ്ങൾ അന്തർദേശീയ ഏജൻസികളുടെ ഉടമസ്ഥതയുള്ളവയാണ് അന്തർദേശീയ വിഭവങ്ങൾ. അതായത് അന്തർദേശീയ വിഭവം എന്ന് പറഞ്ഞാൽ 200 നോട്ടിക്കൽ മൈലിനപ്പുറമുള്ള സമുദ്ര വിഭവങ്ങൾ. അനുമതി ഇല്ലാത്ത ഒരു രാജ്യത്തും ഇവ ഉപയോഗിക്കാൻ കഴിയില്ല. 200 നോട്ടിക്കൽ മൈലിനപ്പുറമുള്ളതാണ് അന്തർദേശീയ വിഭവങ്ങൾ. എന്ന ദേശീയമാണെങ്കിൽ 12 നോട്ടിക്കൽ മൈൽ. സാങ്കേതിക വിദ്യയുടെ പരിമിതിയോ മതിയായ സാങ്കേതിക വിദ്യയുടെ അഭാവമോ മൂലം ഭൂമിയിലെ പല വസ്തുക്കളെയും നമുക്ക് വിഭവമായി വികസിപ്പിച്ചെടുക്കാൻ സാധിക്കാറില്ല. അല്ലെങ്കിൽ അവ വിഭവമായി മാറ്റാൻ മതിയായ ഒരു സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുക്കുന്നത് വരെ നമുക്ക് കാത്തിരിക്കേണ്ടതായും വരുന്നു. വിഭവ വികസനത്തിന്റെ അടിസ്ഥാനത്തിൽ വിഭവങ്ങളെ സാധ്യതയുള്ള വിഭവങ്ങളെന്നും വികസിത വിഭവങ്ങളെന്നും രണ്ടായി തിരിക്കും. ഇനി വിഭവ വികസനത്തിന്റെ അടിസ്ഥാനത്തിൽ തിരിക്കാൻ രണ്ടായിട്ട് സാധ്യതയുള്ള വിഭവങ്ങളെന്നും വികസിത വിഭവങ്ങളെന്നും രണ്ടായിട്ട് തിരിക്കാം. എന്താണ് സാധ്യതയുള്ള വിഭവങ്ങൾ? അതായത് സാധ്യതയുള്ള വിഭവങ്ങൾ എന്നത് ഒരു പ്രദേശത്ത് കാണപ്പെടുന്നതും എന്നാൽ ഉപയോഗിക്കപ്പെടാത്തതുമായ വിഭവങ്ങളാണ് സാധ്യതയുള്ള വിഭവങ്ങൾ എന്ന് പറയുന്നത്. ഒരു പ്രദേശത്ത് കാണപ്പെടും, എന്നാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. രാജസ്ഥാനും ഗുജറാത്തിലും കാറ്റ്, സൂര്യപ്രകാശം എന്നിവയിൽ നിന്ന് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ ഏറെ സാധ്യതയാണ് ഉള്ളത്. എന്നാൽ അവ നാമമാത്രമായ ഊർജ്ജോൽപാദനത്തിനായി ഇപ്പോൾ പ്രയോജനപ്പെടുന്നുള്ളൂ. ഇതാണ് സാധ്യതയുള്ള വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ. ഇനി അടുത്താണ് വികസിത വിഭവം. ഉപയോഗത്തിനായി സർവേ ചെയ്ത് അവയുടെ ഗുണനിലവാരം, അളവ് നിർണയിക്കപ്പെട്ട വിഭവങ്ങളാണ് വികസിത വിഭവങ്ങൾ. ഇത്തരം വിഭവങ്ങൾ പ്രയോജനപ്പെടുത്താൻ മതിയായ സാങ്കേതിക വിദ്യ നമുക്ക് വികസിപ്പിക്കണം. വിഭവങ്ങളുടെ വികസനവും സാങ്കേതിക വിദ്യയും അവയുടെ സാധ്യതയും ആശ്രയിച്ചിരിക്കുന്നു. മനുഷ്യന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിവുള്ളതും എന്നാൽ അവ പ്രയോജനപ്പെടുത്താൻ മനുഷ്യർക്ക് ഉചിതമായ സാങ്കേതിക വിദ്യ ഇല്ലാത്തതുമായ വസ്തുക്കളെ സ്റ്റോക്കുകൾ എന്നാണ് വിളിക്കുന്നത്. മനുഷ്യന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിവുള്ളതും എന്നാൽ അവ പ്രയോജനപ്പെടുത്താൻ മനുഷ്യർക്ക് ഉചിതമായ സാങ്കേതിക വിദ്യ ഇല്ലാത്തതുമായ വസ്തുക്കളെ സ്റ്റോക്കുകൾ എന്നാണ് വിളിക്കുന്നത്. ഹൈഡ്രജൻ ഒരു സമ്പന്നമായ ഊർജ സ്രോതസ്സായി പ്രയോജനപ്പെടുത്താവുന്നതാണ്. എന്നാൽ അതൊരു വിഭവമായി ഉപയോഗപ്പെടുത്തുന്നത് നമുക്കിന്ന് നൂതന സാങ്കേതിക വിദ്യ വികസിപ്പിച്ചിട്ടില്ല. ഇത്തരത്തിൽ ഭാവിയിൽ നമുക്ക് പ്രയോജനപ്പെടുത്താവുന്ന ധാരാളം ഊർജ സ്രോതസ്സുകൾ പ്രകൃതിയിലുണ്ട്. നിലവിലുള്ള സാങ്കേതിക അറിവിന്റെ സഹായത്തോടെ ഉപയോഗത്തിൽ വരുത്താൻ കഴിയുന്നതും നിലവിൽ അവയുടെ ഉപയോഗം ആരംഭിച്ചിട്ടില്ലാത്തതും എന്നാൽ ഭാവിയിലെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനാൽ പിന്നീട് പ്രയോജനപ്പെടുത്തിയേക്കാവുന്നതുമായ വിഭവങ്ങളാണ് കരുതൽ വിഭവശേഖരങ്ങൾ. കരുതൽ വിഭവശേഖരങ്ങളിലെ റിസർവസ് എന്താണെന്ന് ചോദിച്ചിരിക്കണേ, എന്താണെന്നാ പറഞ്ഞേക്കുന്നത്. നിലവിലുള്ള സാങ്കേതിക അറിവിന്റെ സഹായത്തോടെ ഉപയോഗത്തിൽ വരുത്താൻ കഴിയുന്നതും നിലവിൽ അവയുടെ ഉപയോഗം ആരംഭിച്ചിട്ടില്ലാത്തതും എന്നാൽ ഭാവിയിലെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് പിന്നീട് പ്രയോജനപ്പെടുത്താവുന്നതുമായ വിഭവങ്ങളാണ് കരുതൽ വിഭവശേഖരങ്ങൾ. പ്രകൃതി വിഭവങ്ങൾ പ്രകൃതിയിൽ നിന്നും ലഭിക്കുന്നതും മനുഷ്യർക്ക് ഉപയോഗപ്രദവുമായ പദാർത്ഥങ്ങളോ വസ്തുക്കളോ ഊർജ രൂപങ്ങളോ ആണ് പ്രകൃതി വിഭവങ്ങൾ. സ്വാഭാവിക അവസ്ഥയിൽ പ്രകൃതിയിൽ നിന്നും ലഭ്യമായിട്ടുള്ള മൂല്യവത്തായ വിഭവങ്ങളാണ് പ്രകൃതി വിഭവങ്ങൾ. അവ മനുഷ്യരാൽ സൃഷ്ടിക്കപ്പെടുന്നതല്ല.
വായു, ജലം, മണ്ണ്, ധാതുക്കൾ, സസ്യങ്ങൾ, മൃഗങ്ങൾ, ഫോസിൽ ഇനങ്ങളൊക്കെ പ്രകൃതി വിഭവങ്ങളാണ്. ഗാർഹികവും കാർഷികവും വ്യാവസായികവുമായ ആവശ്യങ്ങൾക്കായി ഊർജ ആവശ്യങ്ങൾക്കുമായി നാം പ്രകൃതി വിഭവങ്ങളെ ആശ്രയിക്കുന്നു. മനുഷ്യ ജീവിതത്തിന് ഒഴിച്ചു കൂടാനാവാത്ത പ്രകൃതി വിഭവങ്ങളാണ് ധാതു വിഭവങ്ങളും ഊർജ വിഭവങ്ങളും. പ്രകൃതി വിഭവങ്ങളെ ഭൂമിയിൽ അവയുടെ വിതരണക്രമത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലായിടത്തും കാണപ്പെടുന്ന വിഭവങ്ങളെന്നും പ്രാദേശികവൽക്കരിക്കപ്പെട്ട വിഭവങ്ങളെന്നും രണ്ടായി തരംതിരിക്കുന്നു. എല്ലായിടത്തും കാണപ്പെടുന്ന വിഭവങ്ങൾക്ക് ഉദാഹരണമാണ് വായു, സൗരോർജം, ജലം എന്നിവ. പ്രാദേശികവൽക്കരിക്കപ്പെട്ട വിഭവങ്ങൾ ലോകത്തിന്റെ ചില ഭാഗങ്ങളിൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂ. എക്സാമ്പിൾ ആണ് ലോഹ അയിരുകൾ, ഫോസിൽ ഇന്ധനങ്ങൾ എന്നിവ. യഥാർത്ഥത്തിൽ നമ്മൾ ഇത്രയും നേരം ഈ പാഠത്തിലോട്ട് കടക്കുന്ന അല്ലെ, പാഠത്തിന്റെ എന്താണ് പ്രധാനപ്പെട്ട കാര്യം നമ്മൾ എത്തി വരുന്നതേ ഉള്ളൂ. അതാണ് ഇനിയും തൊട്ട് അങ്ങോട്ടാണ് നമുക്ക് മെയിൻ പോയിന്റ്സിലേക്ക് പോകുന്നത്. എന്തൊക്കെയാണ് ഓരോ പദങ്ങൾ മാത്രമാണ് ഇവിടെ പരിചയപ്പെട്ടത്. നോക്കാം. പ്രകൃതിയാൽ രൂപപ്പെട്ടതും നീതമായ രാസ ഭൗതിക സവിശേഷതകളോടും കൂടിയതും അകാർമികമായ പദാർത്ഥങ്ങളെയാണ് ധാതുക്കൾ എന്ന് വിളിക്കുന്നത്. ആറ്റങ്ങൾ ഒരു നിശ്ചിത രീതിയിൽ ക്രമീകരിക്കപ്പെട്ടിട്ടുള്ള രാസസംയുക്തങ്ങളാണ് ധാതുക്കൾ. ഭൂരിഭാഗം ധാതുക്കളും രണ്ടോ അതിലധികമോ മൂലകങ്ങൾ കൂടിച്ചേർന്നാണ് രൂപം കൊള്ളുന്നത്. വളരെ കുറച്ച് മൂലകം മാത്രമേ പ്രകൃതി മൂലകാവസ്ഥയിൽ കാണപ്പെടുന്നുള്ളൂ. ഒരു രാജ്യത്തിലെ മനുഷ്യന്റെ ക്ഷേമവും ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ പുരോഗതിയും സാമ്പത്തിക വികസനവും ഒരു പരിധി വരെ ധാതു ലഭ്യതയെ ആശ്രയിച്ചിരിക്കുന്നു. ധാതുക്കളെ ലോഹധാതുക്കളെന്നും അലോഹധാതുക്കളെന്നും രണ്ടായി തരംതിരിക്കാം. ധാതുക്കളെ നമുക്ക് ലോഹധാതുക്കളെന്നും അലോഹധാതുക്കളെന്നും രണ്ടായി തിരിക്കാം. ഇതിൽ ലോഹധാതുക്കളെ നമുക്ക് ഇരുമ്പിന്റെ അംശമുള്ളവയെന്നും ഇരുമ്പിന്റെ അംശം ഇല്ലാത്തവയെന്നും രണ്ടായി തരംതിരിക്കാം. ഇരുമ്പിന്റെ അംശമുള്ളവയാണ് ഇരുമ്പ്, മാംഗനീസ്, നിക്കൽ എന്നിവ. എന്നാൽ ഇരുമ്പിന്റെ അംശം ഇല്ലാത്തവ ഏതൊക്കെ? ഇരുമ്പിന്റെ അംശം ഇല്ലാത്തവയാണ് അലൂമിനിയം, ബോക്സൈറ്റ്, ചെമ്പ്, നാഗം, സ്വർണം, വെള്ളി തുടങ്ങിയവ. നമ്മൾ ധാതുക്കളെ രണ്ടായി തിരിച്ചു. ലോഹധാതുക്കൾ, അലോഹധാതുക്കൾ. അതിൽ ഇരുമ്പിന്റെ അംശമുള്ളവ ലോഹധാതുക്കൾ തന്നെ ഇരുമ്പിന്റെ അംശമുള്ളവയുണ്ട്, അല്ലാത്തവയുണ്ട്. ലോഹധാതുക്കളിൽ തന്നെ ഇരുമ്പിന്റെ അംശമുള്ളവയുണ്ട്, അല്ലാത്തവ. ഇരുമ്പിന്റെ അംശമുള്ളവരാണ് ഇരുമ്പ്, മാംഗനീസിനകത്തുണ്ട് നിക്കൽ. ഇരുമ്പ്, മാംഗനീസ്, നിക്കലിനകത്ത് ഇരുമ്പ് അംശമുണ്ട്. എന്നാൽ ഇരുമ്പിന്റെ അംശം ഇല്ലാത്തവയാണ് അലൂമിനിയം, ബോക്സൈറ്റ്, ചെമ്പ്, നാഗം, സ്വർണം, വെള്ളി തുടങ്ങിയവ ലോഹധാതുക്കളാണ്. എന്നാൽ ഇരുമ്പിന്റെ അംശം ഇല്ല. അപ്പൊ ഇരുമ്പ്, മാംഗനീസ്, നിക്കൽ, അലൂമിനിയം, ബോക്സൈറ്റ്, ചെമ്പ്, നാഗം, സ്വർണം, വെള്ളി എന്നിവ ലോഹധാതുക്കളാണ്. എന്നാൽ ഇരുമ്പിന്റെ അംശമുള്ളവയുണ്ട്, ഇതിനകത്ത് ഇരുമ്പിന്റെ അംശം ഇല്ലാത്തവയും ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് അലോഹധാതുക്കളെ രണ്ടായി തിരിക്കാം. അകാർമിക ധാതുക്കൾ എന്നും കാർബണിക ധാതുക്കൾ എന്നും. അകാർമിക ധാതുക്കൾക്ക് എക്സാമ്പിൾ ആണ് ഏതൊക്കെയെന്ന് അറിയാമോ? കളിമണ്ണ്. കാർബിക ധാതുക്കൾക്ക് എക്സാമ്പിൾ ആണ് കളിമണ്ണ്, മാർബിള്, മൈക്ക, ചുണ്ണാമ്പുകല്ല്, ഗ്രാഫൈറ്റ്. അപ്പം എന്തൊക്കെയാണ്? മൈക്ക, ചുണ്ണാമ്പുകല്ല്, ഗ്രാഫൈറ്റ്, കളിമണ്ണ്, മാർബിൾ എന്നിവ എന്തിന് എക്സാമ്പിൾ ആണ്? അകാർമിക ധാതുക്കൾക്ക് എക്സാമ്പിൾ ആണ്. ഇതെല്ലാം അലോഹ ധാതുക്കൾ കൂടിയാണെന്ന് മനസ്സിലാക്കുക. ഇനി നമ്മുടെ കാർബണിക ധാതുക്കളിലേക്ക് പോവാം. കാർബണിക ധാതുക്കളാണ് കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകങ്ങൾ. എന്തൊക്കെയാണ്? കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകങ്ങളൊക്കെ കാർബൺ കണ്ടന്റ് ഉള്ളവയാണ്. ഓക്കെ, ഒന്നുകൂടെ നമുക്കൊന്ന് പറയാം. ധാതുക്കളെ രണ്ടായി തിരിക്കാം. ലോഹധാതുക്കളും അലോഹധാതുക്കളും. ലോഹധാതുക്കളിൽ തന്നെ ഇരുമ്പിന്റെ അംശം ഉള്ളവയുണ്ട്, ഇരുമ്പിന്റെ അംശം ഇല്ലാത്തവയുണ്ട്. അലോഹത്തിനകത്ത് കാർബണികമുണ്ട്, അകാർബണികമുണ്ട്. ഇരുമ്പിന്റെ അംശം ഉള്ളവയാണ് ഇരുമ്പ്, മാംഗനീസ്, നിക്കൽ തുടങ്ങിയവ. ഇരുമ്പിന്റെ അംശം ഇല്ലാത്തവയാണ് അലൂമിനിയം, ബോക്സൈറ്റ്, ചെമ്പ്, നാഗം, സ്വർണം, വെള്ളി. എന്നാൽ അലോഹധാതുക്കളിൽ അകാർബികവും കാർബികവും ഉണ്ട് അല്ലെ. അകാർബികമായ ധാതുക്കളാണ് മൈക്ക,
ചുണ്ണാമ്പ് കല്ല്, ഗ്രാഫൈറ്റ്, കളിമണ്ണ്, മാർബിൾ തുടങ്ങിയ എന്നാൽ കാർബണിക ധാതുക്കളാണ് കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകങ്ങളല്ല കാർബണിക അലോഹ ധാതുക്കൾക്ക് എക്സാമ്പിൾ ആണ്. പൊതുവെ ലോഹധാതുക്കളിൽ നിന്നും നിരവധി ലോഹങ്ങൾ വേർതിരിച്ചെടുക്കുകയും അവ വ്യത്യസ്ത ആവശ്യങ്ങൾക്കായി പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നു. വറചട്ടി മുതൽ ചലനശക്തിയുള്ള യന്ത്രങ്ങൾ വരെ ഇരുമ്പ് ഉപയോഗിച്ച് നിർമ്മിച്ചെടുക്കുന്നു. ഉരുക്കിനേക്കാൾ ഉറപ്പും എന്നാൽ ഉരുക്കിന്റെ പകുതി മാത്രം ഭാരവുമുള്ളതായ ടൈറ്റാനിയം വിമാനങ്ങൾ, ജെറ്റ് എഞ്ചിൻ, മിസൈലുകൾ തുടങ്ങി ബഹിരാകാശ വാഹനങ്ങൾ വരെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. അപ്പൊ ടൈറ്റാനിയം ഉപയോഗിക്കുന്നത് വിമാനങ്ങൾ, ജെറ്റ് എഞ്ചിൻ, മിസൈൽ എന്നിവയൊക്കെ നിർമ്മിക്കാൻ ടൈറ്റാനിയം ഉപയോഗിക്കുന്നുണ്ട്. അമൂല്യ ധാതുവായ സ്വർണം ആഭരണങ്ങൾ നിർമ്മിക്കുവാനും ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയിലും ബഹിരാകാശ സാങ്കേതിക വിദ്യയിലും സ്വർണം ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ സ്വർണ്ണ ആഭരണം നമുക്കറിയാം. ഇനി ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയിൽ ഉപയോഗിക്കുന്നുണ്ട് സ്വർണം, ബഹിരാകാശ സാങ്കേതിക വിദ്യയിലും ഉപയോഗിക്കുന്നുണ്ട്. ലോഹങ്ങൾ മാത്രമല്ല അവയുടെ മിശ്രിതങ്ങളും സംയുക്തങ്ങളും വ്യാവസായികമായും കാർഷികമായും പ്രയോജനപ്പെടുത്തുന്നു. മാംഗനീസ് സംയുക്തങ്ങൾ ഔഷധങ്ങളുടെ നിർമ്മാണത്തിന് പോലും ഉപയോഗിക്കാറുണ്ട്. അലോഹ ധാതുക്കൾ പൊതുവെ ലോഹധാതുക്കളുടെ മാത്രം പ്രത്യേകതയായ ലോഹ തിളക്കമില്ല അസംസ്കൃത വസ്തുവായ മറ്റു ധാതുക്കളുടെ കൂടെയോ നിരവധി വ്യാവസായിക ആവശ്യങ്ങൾക്ക് അവയെ പ്രയോജനപ്പെടുത്തുന്നു. അപ്പൊ നമ്മൾ ഓർക്കുക, മാംഗനീസ് സംയുക്തങ്ങൾ എന്തിനു ഉപയോഗിക്കുന്നുണ്ട്? ഔഷധങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ടെസ്റ്റ് ധാതുക്കളും അവയുടെ ഉപയോഗങ്ങളും ചോദിച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് ധാതുക്കളും അവയുടെ ഉപയോഗങ്ങളും നോക്കിയാലോ. ഇരുമ്പ് കെട്ടിട നിർമ്മാണത്തിനും പാലങ്ങൾ, യന്ത്രങ്ങൾ എന്നിവയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. വാഹനങ്ങൾ, റേൽപ്പാളങ്ങൾ, വീട്ടുപകരണങ്ങളൊക്കെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. ചെമ്പ് വൈദ്യുത കമ്പികൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിന് പ്രധാന ഘടകമാണ്. അതുപോലെ പാത്രങ്ങൾ, നാണയങ്ങൾ, പൈപ്പുകളൊക്കെ ഉണ്ടാക്കാനും ചെമ്പ് ഉപയോഗിക്കും. ബോക്സൈറ്റ് അലൂമിനിയം നിർമ്മിക്കുന്ന പ്രധാന അയിരാണ് ബോക്സൈറ്റ്. വിമാനങ്ങൾ, വാഹനങ്ങൾ, പാത്രങ്ങൾ, വാതിലുകൾ, ജനലുകളൊക്കെ ബോക്സൈറ്റ് കൊണ്ട് നിർമ്മിക്കാറുണ്ട്. സ്വർണം ആഭരണങ്ങൾ നിർമ്മിക്കാനും ഇലക്ട്രോണിക് ഉപകരണങ്ങളിലും വൈദ്യത്തിലും ഉപയോഗിക്കുന്നുണ്ട്. കൽക്കരി താപവൈദ്യുത നിലയങ്ങളിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. അതുപോലെ വ്യവസായങ്ങളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നു കൽക്കരി. ചുണ്ണാമ്പ്, സിമന്റ്, ചുണ്ണാമ്പ് എന്നിവയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന പ്രധാന ധാതുവാണ് ചുണ്ണാമ്പ് കല്ല്. മൈക്ക ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ ഇൻസുലേറ്ററായി ഉപയോഗിക്കുന്നതാണ് മൈക്ക എന്ന് ഓർത്ത് വെച്ചേക്കാം. ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ ഇൻസുലേറ്ററായിട്ട് ഉപയോഗിക്കുന്നതാണ് മൈക്ക. അതുപോലെ പെയിന്റുകൾ, സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിലും മൈക്ക ഉപയോഗിക്കുന്നു. ഓക്കെ, കുറഞ്ഞ ചെലവിൽ ലോഹമൂലങ്ങളെ വേർതിരിച്ചെടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. ലാഭകരമായ രീതിയിൽ ഒന്നോ അതിലധികമോ ലോഹങ്ങളെ വേർതിരിച്ചെടുക്കാൻ കഴിയുന്ന ഭൗമ വസ്തുക്കളാണ് അയിരുകൾ. ഒരു ലോഹം ഒന്നിലധികം അയിരുകളിൽ നിന്നും വേർതിരിച്ചെടുക്കാവുന്നതാണ്. ഉദാഹരണമായി ഇരുമ്പ് എന്നത് നമുക്ക് ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ് തുടങ്ങിയ അയിരുകളിൽ നിന്നും വേർതിരിച്ചെടുക്കാം. അപ്പൊ ഇരുമ്പിന്റെ അയിരുകളാണ് ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്. ഒരു അയിര് നിക്ഷേപത്തിൽ നിന്ന് ഒന്നിലധികം ലോഹങ്ങളും ലഭിക്കാറുണ്ട്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ലോഹങ്ങളും അവിടെ അയിരുകളും നമുക്ക് നോക്കാം. ഇരുമ്പിന്റെ അയിരാണ് ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, ലിമോനൈറ്റ്. ഏതൊക്കെയാണ്? ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, ലിമോനൈറ്റ്. ഇനി ചെമ്പിന്റെ അയിരാണ് ചാൽക്കോപൈറൈറ്റ്, നേറ്റീവ് കോപ്പർ. ഏതൊക്കെയാണ്? ചാൽക്കോപൈറൈറ്റ്, നേറ്റീവ് കോപ്പറും ചെമ്പിന്റെ അയിരാണ്. അപ്പൊ ഹേമറ്റൈറ്റ്, മാഗ്നറൈറ്റ്, നിമോനൈറ്റ്, ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്. അതുപോലെ മാംഗനീസിന്റെ അയിരുകളാണ് പൈറോലുസൈറ്റും സിലോമനും പൈറോലുസൈറ്റും മാംഗനീസിന്റെ അയിരുകളാണ്. അലൂമിനിയത്തിന്റെ അയിരാണ് ബോക്സൈറ്റ്. ക്രോമിയത്തിന്റെ അയിരാണ് ക്രോമൈറ്റ്. അലൂമിനിയത്തിന്റെ ബോക്സൈറ്റും മാംഗനീസിന്റെ പൈറോലുസൈറ്റും സിലോമനും ചെമ്പിന്റെ ചാൽക്കോപൈറൈറ്റും നേറ്റീവ് കോപ്പറും ഇരുമ്പിന്റെ ആണെങ്കിൽ ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, ലിമോനൈറ്റ്.
ലെഡിന്റെയാണ് ഗലീന. ലെഡിന്റെയാണ്. അപ്പം എപ്പോഴും ചോദിക്കുന്നതാണ്. ഇൽമനൈറ്റും റൂട്ടൈലും എന്തിനാണ്? ടൈറ്റാനിയത്തിൻ്റെയാണ്. പാലറൈറ്റ് എന്തിൻ്റെയാണ്? സിങ്കിൻ്റെയാണ്. ഗലീന ലെഡിൻ്റെയാണ്. ബോക്സൈറ്റ് അലൂമിനിയത്തിൻ്റെയാണ്. ഹെമറ്റൈറ്റും മാഗ്നറ്റൈറ്റും ഇരുമ്പിൻ്റെയാണ്. ഇരുമ്പ്. ലോകത്തിലെ ഏറ്റവും വലിയ ഇരുമ്പ് ഖനിയായ കാരാജാസ് ഖനിയുടെ ഖനി. അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ ഇരുമ്പ് ഖനിയാണ് ഏത്? കാരാജാസ്. കാരാജാസ് സ്ഥിതി ചെയ്യുന്നത് തെക്കേ അമേരിക്കൻ രാജ്യമായ ബ്രസീലിലാണ് കാരാജാസ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യ ഒരു പ്രധാന ഇരുമ്പ് ഉൽപാദക രാജ്യമാണ്. ഉരുക്ക് നിർമ്മാണത്തിന്റെ ഒരു പ്രധാന ഘടകമാണ് ഇരുമ്പ്. ഖനനം ചെയ്യുന്ന ഇരുമ്പരിന്റെ 98% ഉരുക്ക് നിർമ്മാണത്തിലാണ് ഉപയോഗിക്കുന്നത്. ഏകദേശം 50 രാജ്യങ്ങൾ ഇരുമ്പ് ഖനനം ചെയ്യുന്നു. ശക്തമായ ഒരു വ്യാവസായിക അടിത്തറ നിലനിർത്തുന്നതിന് ഉരുക്ക് നിർണായക പങ്ക് വഹിക്കുന്നു. അപ്പോൾ ഉരുക്ക് നിർമ്മാണത്തിന് ഒരു പ്രധാന ഘടകമാണ് ഇരുമ്പ്. ചെമ്പ്. മനുഷ്യർ ഉപയോഗിച്ചിരുന്ന ആദ്യകാല ലോഹങ്ങളിൽ ഒന്നായിരുന്നു ചെമ്പ്. ഇപ്പോൾ വയറുകൾ, ഇലക്ട്രിക് മോട്ടോറുകൾ, ട്രാൻസ്ഫോമറുകൾ, ജനറേറ്റർ എന്നിവ നിർമ്മിക്കാനും വൈദ്യുത വ്യവസായത്തെ ഒഴിച്ചുകൂടാനാകാത്ത ഒരു ലോഹമായി മാറിയിരിക്കുന്നു. ചെമ്പ് ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ചിലിയാണ്. ചിലിയാണ് ചെമ്പ് ഉൽപാദനം ഒന്നാം സ്ഥാനം. ചിലിയിലെ 2 വലിയ ചെമ്പ് ഖനികളാണ് എക്സ്കോണ്ടിഡയും കൊളാഹുവാസി. അപ്പം ചെമ്പ് ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ചിലി. ചിലിയിലെ 2 വലിയ ചെമ്പ് ഖനികളാണ് എക്സ്കോണ്ടിഡയും കൊളാഹുവാസി. വൈദ്യുത കമ്പികൾ, മോട്ടോർ വാഹനങ്ങൾ, വിമാനങ്ങൾ, ക്യാനുകൾ, കെട്ടിട നിർമ്മാണം തുടങ്ങിയ വിവിധങ്ങളായ ആവശ്യങ്ങൾക്കായി അലൂമിനിയം ഉപയോഗിക്കുന്നുണ്ട്. ലോഹ സംസ്കരണത്തിനും സ്റ്റീൽ നിർമ്മാണത്തിനും മാംഗനീസ് ഒഴിച്ചുകൂടാനാവാത്ത ഒരു വസ്തുവാണ്. ബാറ്ററികളിലും സെറാമിക് ഉൽപ്പന്നത്തിലും ഈയം ഉപയോഗിക്കുന്നു. സ്റ്റെയിൻലെസ് സ്റ്റീൽ നിർമ്മാണത്തിന് ക്രോമിയം ഉപയോഗിക്കുന്നു. ജിപ്സം, ചുണ്ണാമ്പുകല്ല്, കയോലിൻ, ഗ്രാഫൈറ്റ് എന്നിവ അലോഹ ധാതുക്കളാണ്. താപം ഉൽപ്പാദിപ്പിക്കാനും വസ്തുക്കളെ ചലിപ്പിക്കാനും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനും കഴിയുന്ന ഏതൊരു വസ്തുവിനെയും ഊർജ സ്രോതസ് എന്ന് വിളിക്കുന്നു. രാസമാറ്റത്തിലൂടെ ഊർജം പുറത്തുവിടുന്ന ഏതൊരു വസ്തുവിനെയും ഇന്ധനം എന്ന് വിളിക്കാം. ഊർജ വിഭവങ്ങളെ അവയുടെ പുനഃസ്ഥാപന ശേഷിയുടെ അടിസ്ഥാനത്തിൽ 2ആയി തരംതിരിക്കാം. പുനഃസ്ഥാപന ശേഷിയുള്ള വിഭവങ്ങളെന്നും ശേഷിയില്ലാത്ത വിഭവങ്ങളെന്നും 2ആയിട്ട് തിരിക്കാം. പുനഃസ്ഥാപന ശേഷിയില്ലാത്ത വസ്തുക്കളാണ് പ്രകൃതിവാതകം. പുനഃസ്ഥാപന ശേഷി ഉള്ളതാണ് ഭൗമ താപോർജം. പുനഃസ്ഥാപന ശേഷിയുള്ളവയുടെയാണ് ഉപയോഗിക്കുന്നതും ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നതും. ശേഷിയില്ലാത്തവയുടെ പ്രത്യേകത ഉപയോഗിക്കും തോറും ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നതും തീർന്നു പോകുന്നവയായിരിക്കും. മലിനീകരണത്തിന് കാരണമാകുന്നവയായിരിക്കും. പരിപാലിക്കുന്നതിനും സംഭരിക്കുന്നതിനും കൈമാറ്റം ചെയ്യുന്നതിനും വളരെ ചിലവേറിയതായിരിക്കും. എന്നാൽ പുനഃസ്ഥാപന ശേഷി ഉള്ള വിഭവങ്ങൾ യഥേഷ്ടം ലഭ്യമായവയായിരിക്കും. പരിസ്ഥിതി സൗഹാർദ്ദമായിരിക്കും. സാധാരണ മലിനീകരണ രഹിതമായിരിക്കും. പുനരുൽപാദിപ്പിക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകൾ ഉൾപ്പെടുന്നതും എന്നാൽ ഏറെ പ്രാധാന്യമുള്ളതുമായ ഊർജ സ്രോതസ്സുകളാണ് ഫോസിൽ ഇന്ധനങ്ങൾ. പുരാതന സസ്യജീവികളുടെ ഫോസിൽ അവശിഷ്ടങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഇന്ധനങ്ങളാണ് ഫോസിൽ ഇന്ധനങ്ങൾ. കൽക്കരി ഒരു ഫോസിൽ ഇന്ധനമാണ്. കൽക്കരി സസ്യ അവശിഷ്ടങ്ങളിൽ നിന്നും ഉടലെടുത്തതും ഉയർന്ന കാർബണിക സ്വഭാവം പുലർത്തുന്നതുമായ ശിലാപടലങ്ങളെ പൊതുവായി കൽക്കരി എന്ന് വിളിക്കുന്നു. കറുപ്പോ തവിട്ടോ നിറങ്ങളിൽ കാർബൺ സമ്പുഷ്ടമായ അവസാദ നിക്ഷേപങ്ങളാണിവ. ലോഹ സംസ്കരണത്തിനായുള്ള ഇന്ധനമായി കൽക്കരി പ്രയോജനപ്പെടുത്തുന്നു. മെഴുക്, തൈലങ്ങൾ, ഔഷധങ്ങൾ, കീടനാശിനികൾ, നിറക്കൂട്ടങ്ങൾ എന്നിവ നിർമ്മിക്കുന്നതിനായുള്ള രാസിക അസംസ്കൃത വസ്തുവായി കൽക്കരി പ്രയോജനപ്പെടുത്തുന്നു. നീരാവിയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപവൈദ്യുതിയുടെ പ്രധാന ഊർജ സ്രോതസ്സായും കൽക്കരി
ഉപയോഗിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ കൽക്കരി ഖനിയാണ് അമേരിക്കൻ ഐക്യനാടുകളിലെ നോർത്ത് ആന്റിലോപ്പ് റോഷെല്ലെ ഖനി. അപ്പൊ റോഷെല്ലെ ഖനിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ കൽക്കരി ഖനി. ഏതാണ്? റോഷെല്ലെ ഖനി. ഇനിയാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താണ്? പെട്രോളിയം. എന്നു മുതലാണ് മനുഷ്യരാശി പെട്രോളിയം ഉപയോഗിച്ച് തുടങ്ങിയതെന്ന് കൃത്യമായ അറിവില്ല. സുഷിരങ്ങളിൽ നിന്നും പ്രകൃതിവാതകം കത്തിയുണ്ടാകുന്ന തീ പരിശുദ്ധമെന്ന് കരുതി പുരാതന മനുഷ്യർ പൂജിച്ചിരുന്നു. വള്ളങ്ങളിൽ വെള്ളം കടക്കാതിരിക്കാനുള്ള അരക്കായും വീടുകളിൽ തണുപ്പ് കാലങ്ങളിൽ ചൂട് ക്രമീകരിക്കുന്നതും അസ്ഫാൾട്ട് അല്ലെങ്കിൽ താർമഷി പണ്ട് ഉപയോഗിച്ചിരുന്നു. ഈജിപ്തിൽ പിരമിഡുകൾ നിർമ്മിക്കുന്നതും മമ്മികൾ കേടാകാതെ സൂക്ഷിക്കാനും ഇത് ഉപയോഗിച്ചിരുന്നു. ശിലകളിൽ നിന്ന് ഉത്ഭവിക്കുന്നതിനാലാണ് ഈ ഫോസിൽ ഇന്ധനത്തിന് ശിലാതൈലം എന്നർത്ഥം വരുന്ന പെട്രോളിയം എന്ന പേര് ലഭിച്ചത്. പ്രകൃതിദത്തമായി ലഭിക്കുന്ന സങ്കീർണ ദ്രാവക മിശ്രിതമാണ് പെട്രോളിയം അല്ലെങ്കിൽ കറുത്ത പൊന്ന് എന്ന് അറിയപ്പെടുന്നു. വ്യാവസായിക വിപ്ലവത്തോടെ കൽക്കരിക്ക് പകരം യന്ത്രങ്ങളുടെ പ്രാഥമിക ഇന്ധനമായി ഉപയോഗിച്ചു തുടങ്ങിയതോടെ പെട്രോളിയം വർദ്ധിച്ച പ്രാധാന്യം കൈവരിച്ചു. മധ്യപൂർവ്വ ദേശത്തു നിന്നും വളരെ കുറഞ്ഞ ചെലവിൽ പെട്രോളിയം ലഭിച്ചു തുടങ്ങിയതോടെ അത് ജനജീവിതത്തെ സാരമായി മാറ്റിമറിച്ചു. ഇന്ന് ഊർജത്തിന്റെ പ്രാഥമിക ഉറവിടമായി നിലനിൽക്കുന്ന പെട്രോളിയം മനുഷ്യജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനം ചെറുതല്ല. 2024 USGS കണക്കുകൾ പ്രകാരം USA ആണ് പെട്രോളിയം ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനം. അപ്പൊ പെട്രോളിയം ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനം USA. പ്രകൃതിയാൽ ഉണ്ടാകുന്ന പെട്രോളിയം കറുപ്പോ തവിടോ നിറത്തിലായിരിക്കും സാധാരണയായി കാണപ്പെടുന്നത്. പച്ച നിറത്തിലും മഞ്ഞ നിറത്തിലും അത് കാണപ്പെടാവുന്നതാണ്. ഭൂമിയിൽ നിന്ന് പല ഘടകങ്ങൾ കൂടിച്ചേർന്ന് മിശ്രിത അവസ്ഥയിൽ ലഭിക്കുന്ന അസംസ്കൃത എണ്ണ ഇന്ധനമായി ഉപയോഗിക്കുന്നത് ശുദ്ധീകരണശാലയിൽ എത്തിക്കുന്നു. പെട്രോൾ, ജെറ്റ് വിമാനങ്ങൾക്കുള്ള ഇന്ധനങ്ങൾ, ഘർഷണം കുറയ്ക്കുന്നതിനുള്ള കുഴമ്പുകൾ, താർമഷി തുടങ്ങിയ മറ്റു പല ഉൽപ്പന്നങ്ങളും അസംസ്കൃത എണ്ണയിൽ നിന്നും വേർതിരിച്ചെടുക്കുന്നു. പെയിന്റ്, ഔഷധങ്ങൾ, കൃത്രിമനാരുകൾ, രാസവളങ്ങൾ, ലേപന വസ്തുക്കൾ തുടങ്ങിയ ആയിരക്കണക്കിന് ഉൽപ്പന്നങ്ങൾ പെട്രോളിയത്തിൽ നിന്നും ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നു. തെക്കേ അമേരിക്കൻ രാജ്യമായ വെനസ്വേലയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് കാണപ്പെടുന്ന മാരക്കാവോ തടം എണ്ണ, പ്രകൃതിവാതകം എന്നിവയാൽ സമ്പന്നമാണ്. അപ്പം വെനസ്വേലയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്താണ് മാരക്കാവോ തടം. മാരക്കാവോ തടം എവിടെയാണ്? വെനസ്വേലയിലാണ്. ഇവിടെ ഈ വെനസ്വേലയിൽ കാണപ്പെടുന്ന മാരക്കാവോ തടം എന്തിനൊക്കെ പ്രസിദ്ധമാണ്? എണ്ണ, പ്രകൃതിവാതകം. കൂടാതെ ഈ തടാക പ്രദേശം ഒരു മത്സ്യബന്ധന മേഖല കൂടിയാണ് മാരക്കാവോ തടം. 1917 ഇവിടെ എണ്ണ പരിവേഷണം തുടങ്ങിയത്. വെനസ്വേലയുടെ മൊത്തം ആഭ്യന്തര പെട്രോളിയം ഉൽപാദനത്തിന്റെ 2/3 ഭാഗവും ഈ പ്രദേശത്ത് നിന്നാണ്. അമിത വിഭവ ഉപയോഗം, എണ്ണ ചോർച്ച എന്നിവ മൂലമുള്ള പാരിസ്ഥിതിക പ്രശ്നം ഈ മേഖലയിലെ പ്രധാന വെല്ലുവിളികളാണ്. ഇനി പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളെ പറ്റി നമുക്ക് നോക്കാം. ഫസ്റ്റ് സൗരോർജം, കാറ്റ്, ഭൗമതാപോർജം, വേലിയേറ്റ ഊർജം, ജൈവോർജം ഇവയെല്ലാം പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾക്ക് എക്സാമ്പിൾ ആണ്. ഹൈഡ്രജനിൽ നിന്നുള്ള ഊർജം ഉൽപ്പാദിക്കുന്ന ഒരു രാസമൂലകമായി ഹൈഡ്രജൻ ഉപയോഗിക്കുന്നു. ശുദ്ധമായ ഒരു ഇന്ധനമായ ഈ ഊർജം പ്രയോജനപ്പെടുത്താം. കാരണം ഇത് കത്തുമ്പോഴോ ഇന്ധന സെല്ലിൽ ഉപയോഗിക്കുമ്പോഴോ ചെയ്യുമ്പോൾ ജലവാംശം മാത്രമേ പുറത്തുവിടുന്നുള്ളൂ. ഫോസിൽ ഇന്ധനം കത്തുമ്പോൾ ഉണ്ടാകുമ്പോഴുള്ള മാലിന്യങ്ങൾ ഇവ പുറന്തള്ളുന്നില്ല എന്നതാണ് ഈ ഊർജ സ്രോതസ്സുകളുടെ പ്രത്യേകത. ഗതാഗതം മുതൽ വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് മുതൽക്കൂട്ടാവുന്ന ഊർജ്ജമാണിത്. വരാനിരിക്കുന്ന നാളിൽ ഊർജ ആവശ്യങ്ങൾ ഹൈഡ്രജൻ പ്രധാന പങ്ക് വഹിക്കാം. ലോക ഊർജ സംരക്ഷണ ദിനം ഡിസംബർ 14. പഠിക്കേണ്ട ഒരു കാര്യമാണ്. ലോക ഊർജ സംരക്ഷണ ദിനം ഡിസംബർ 14. പാരമ്പര്യേതര ഊർജ സ്രോതസ്സാണല്ലോ സൗരോർജം. സൗരോർജത്തിൽ പ്രവർത്തിക്കുന്നതാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. പൂർണ്ണമായും സൗരോർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വിമാനത്താവളം ഏതാന്ന് ചോദിച്ചാൽ കൊച്ചി
അന്താരാഷ്ട്ര വിമാനത്താവളം. രാജസ്ഥാനിലെ താർ മരുഭൂമിയിലെ ഫട്ടയിൽ സ്ഥിതി ചെയ്യുന്ന വലിയ സൗരോർജ്ജ നിലയമാണ് ഫട്ല സോളാർ പാർക്ക്. ഫട്ല സോളാർ പാർക്ക് രാജസ്ഥാനിലാണ്. താർ മരുഭൂമിയിലാണ് ഫട്ല സോളാർ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ നമ്മൾ അറിയേണ്ടത് ഇവിടെ 2245 മെഗാവാട്ട് വൈദ്യുതി ഉത്പാദിപ്പിക്കാനുള്ള ശേഷിയുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ സൗരോർജ്ജ നിലയമാണ് ഒന്നാണ് ഫട്ല സോളാർ പാർക്ക്. അപ്പോൾ ഫട്ല സോളാർ പാർക്ക് എവിടെയാണ് നമ്മളോട് ചോദിക്കാം. രാജസ്ഥാനിലാണ് ഫട്ല സോളാർ പാർക്ക്. രാജസ്ഥാനിലെ താർ മരുഭൂമിയിലാണ്. എന്താണ് സുസ്ഥിര വികസനം എന്ന് പറയുന്നുണ്ട്. ഭാവി തലമുറയ്ക്ക് അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിനുള്ള കഴിവിന് കോട്ടം തട്ടാതെ വർത്തമാനകാല ആവശ്യങ്ങൾ നിറവേറ്റാൻ സാധിക്കുന്ന രീതിയിലുള്ള വികസനമാണ് സുസ്ഥിര വികസനം. ആഗോളതലത്തിൽ വിഭവ സംരക്ഷണത്തെ ബന്ധപ്പെട്ട് സുപ്രധാന സംഭാവന നൽകിയത് 1987 ബ്രെഡ്ലാൻഡ് കമ്മീഷൻ റിപ്പോർട്ടാണ്. നമ്മുടെ പൊതുഭാവി അതായത് അവർ കോമൺ ഫ്യൂച്ചർ എന്ന പേരിൽ അറിയപ്പെടുന്ന ബ്രെഡ്ലാൻഡ് റിപ്പോർട്ടാണ് സുസ്ഥിര വികസനം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത്. അപ്പോൾ സുസ്ഥിര വികസനം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് ബ്രെഡ്ലാൻഡ് റിപ്പോർട്ടാണ്. എന്നാണ് ബ്രെഡ്ലാൻഡ് റിപ്പോർട്ട് വന്നത്? 1987 ബ്രെഡ്ലാൻഡ് കമ്മീഷൻ റിപ്പോർട്ട്. അതിലാണ് സുസ്ഥിര വികസനം എന്ന ആശയം മുന്നോട്ട് വെച്ചത്. 1987 ബ്രെഡ്ലാൻഡ് റിപ്പോർട്ട്, അതാണ് സുസ്ഥിര വികസനം എന്ന ആശയം മുന്നോട്ട് വെച്ചത്. ഈ റിയോ ഡി ജനീറോ ഭൗമ ഉച്ചകോടി 1992. അപ്പൊ 1992 എന്ത് നടക്കുന്നു? ഭൗമ ഉച്ചകോടി നടക്കുന്നു റിയോ ഡി ജനീറോയിൽ. ആഗോളതലത്തിൽ പരിസ്ഥിതി സംരക്ഷണത്തിന്റെയും സാമൂഹ്യ സാമ്പത്തിക വികസനത്തിന്റെയും അടിയന്തര പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് 1992 ജൂണിൽ ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ 100-ലധികം രാഷ്ട്രതലവന്മാർ പങ്കെടുത്തുകൊണ്ട് ആദ്യ അന്താരാഷ്ട്ര ഭൗമ ഉച്ചകോടി നടന്നത്. അപ്പൊ ആദ്യ അന്താരാഷ്ട്ര ഭൗമ ഉച്ചകോടി നടന്നത് എവിടെയാണ്? ആദ്യ അന്താരാഷ്ട്ര ഭൗമ ഉച്ചകോടി നടന്നത് റിയോ ഡി ജനീറോയിലാണ് 1992. ആഗോള കാലാവസ്ഥ വ്യതിയാനത്തെയും ജൈവ വൈവിധ്യത്തെയും കുറിച്ചുള്ള പ്രഖ്യാപനത്തെ രാഷ്ട്രതലവന്മാർ ഒപ്പുവെക്കുകയും ആഗോള വനതത്വങ്ങൾ 21ാം നൂറ്റാണ്ടിൽ സുസ്ഥിര വികസനം കൈവരിക്കുന്നതിനുള്ള അജണ്ട 21 എന്നിവ അംഗീകരിക്കുകയും ചെയ്തു. ഇനി നമ്മുടെ ഗാന്ധിജി പറഞ്ഞാണ്, എല്ലാ മനുഷ്യരുടെയും അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാൻ ആവശ്യമായ വിഭവങ്ങൾ ഭൂമിയിലുണ്ട്. എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹം തൃപ്തിപ്പെടുത്താൻ വേണ്ടത്ര ഇല്ലാതാനും. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ദേശീയ ഉദ്യാനമായ യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്ക്. ഓക്കെ, യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്കിലെ ഗേസ് കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞു ഭൗമ താപോർജ്ജ നിലയത്തെ പറ്റി നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ. അപ്പം ഭൗമ താപോർജ്ജ നിലയത്തിലെ നമ്മൾ ഓർക്കേണ്ട ഒരു സ്ഥലമാണ്, ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഒരു ദേശീയ ഉദ്യാനമാണ് യെല്ലോസ്റ്റോൺ. അവിടെ ഒരു ഗേസർ ഉണ്ട് എന്ന് ഓർത്തു വെച്ചേക്കാം. അപ്പൊ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒരു ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ദേശീയ ഉദ്യാനമാണ് യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്ക് എന്നൊരു ദേശീയ ഉദ്യാനമാണെന്ന് ഓർക്കുക. പിന്നെ നമ്മൾ അറിയേണ്ടതും പോയിന്റ്സ് പ്രധാനപ്പെട്ടതും മാരക്കാവോ തടാകം എവിടെയാണ് നമ്മളോട് ചോദിക്കാം. എവിടെയാണ്? നമ്മുടെ തെക്കൻ അമേരിക്കയിലെ വെനസ്വേലയിലാണ് മാരക്കാവോ. അവിടെ പ്രത്യേകത എണ്ണ, പ്രകൃതിവാതകം എന്നിവയാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചെമ്പ് ഉൽപാദനം 1ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഏതാന്ന് നമ്മൾ ചോദിക്കും. ചിലി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മളോട് ചോദിക്കുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഇരുമ്പ് ഖനിയായ കാരാജാസ്. അതായിരുന്നു നമ്മുടെ പരീക്ഷ ക്വസ്റ്റ്യൻ. കാരാജാസ് എവിടെയാണ്? ബ്രസീലാണ്. കാരാജാസ് ബ്രസീലാണ്. ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ കാരാജാസ്, ലോകത്തിലെ ഏറ്റവും വലിയ ഇരുമ്പ് ഖനിയായ കാരാജാസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ബ്രസീൽ. ഓപ്ഷൻ ഡി ആണ് ആൻസർ.